സോ ഡേ 3 നമ്മൾ ഫ്ലോറാണ്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യാണ്. ആകെ ഞങ്ങളിവിടെ നിന്നത് ഒരു 5 മണിക്കൂർ മാത്രം. സോ ഫ്ലോറിൽ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം KFC ആണ്. കാരണം ഭക്ഷണം ഞങ്ങൾക്ക് വേണം. നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി. സോ അങ്ങനെ നോർത്തിൽ നിന്ന് സൗത്ത് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം സിറ്റി ഏരിയ ആണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിയിലൊരു KFC കണ്ടായിരുന്നു. അത് തപ്പിയിട്ടുള്ള നടപ്പാണ്. കഠിനമായ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് എല്ലായിടത്തും. അതിപ്പോൾ നോർത്തിലായാലും സൗത്തിലായാലും വെയിലിന് ഒരു കുറവുമില്ല. അങ്ങനെ ഫ്ലോറിലെ റോഡിലൂടെ ഞങ്ങൾ KFCയുടെ ബോർഡ് തപ്പി യാത്ര തുടർന്നു. പുതിയ അൽബേനിയൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ആ റിസ്ക് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അപ്പാപ്പനെ കണ്ടുപിടിച്ചു. ഇയാളെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി. അങ്ങനെ മനസ്സും വയറും നിറച്ച് ഞങ്ങൾ ബോട്ട് ട്രിപ്പ് എങ്ങനെ സെറ്റാക്കാമെന്ന് ആലോചിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നെത്തിയത് മോട്ടോ യൂണിക്കിലാണ്. ഒരുപാട് കസ്റ്റമൈസബിൾ സ്പീഡ് ബോട്ട് ട്രിപ്പാണ് വ്ലോറിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഗൈസ് ഒരാൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ പറയുന്നു, ഇയാള് എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ചോദിച്ച് ഞാനിപ്പോൾ പെട്ടു. ആ പെണ്ണിൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ. എനിക്കാണെങ്കിൽ ആകെ കൂടി 335 സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ ഇതാണ് പറയാൻ പോകുന്നത്. പണ്ടത്തെ അക്കൗണ്ട് ഹാക്കായി പോയി. അപ്പോൾ നമ്മൾ പുതിയത് എടുത്ത് ആ പെണ്ണിന് അവളുടെ ഫോണും കൂടിയും വേണ്ട, അത് കാണിച്ചു തരാൻ പറഞ്ഞേക്കണ്. ഭാഗ്യത്തിന് അവളിപ്പോ ബിസിയാണ്. അവള് കസ്റ്റമേഴ്സ് അങ്ങനെ അവിടെ നിന്ന് ഒരു പാക്കേജ് എടുത്തിട്ട് വേഗം ഞാൻ മുങ്ങി. ഞങ്ങളൊരു 5 hours പാക്കേജാണ് എടുത്തത്. വ്ലോർ സ്പീഡ് ബോട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ കേവിലേക്കുള്ള ജേണി ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഉച്ച കഴിഞ്ഞ് അവിടേക്ക് സർവീസ് ഇല്ല. 7 hours മിനിമം നമുക്ക് റിക്വേർഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫുൾ ടീം പോകാൻ റെഡിയാണ്. പതിവ് പോലെ എന്നെ മൈൻഡ് ചെയ്യാണ്ട് എൻ്റെ ഭർത്താവ് പോയി. പക്ഷേ ടീം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട്. മൈ 24/7 പാർട്ട്ണർ തമു, ശ്രേലു, ബാസി. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് ട്രിപ്പാണ് നമുക്കുള്ളത്. അത് ഡിഫറെൻറ്റ് 3 ലൊക്കേഷനിൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ക്യാമറ കണ്ടാൽ പോലും എന്നെ മൈൻഡ് ചെയ്യാത്ത ചെക്കനുമായി ഞാൻ തോണ്ടി വിളിച്ചു. ബാസി എന്ത് വൈബ്? നട്ടുച്ച വൈബ്. തമു എന്ത് വൈബ്? സീൻ വൈബ്. വാട്ട് വൈബ്? ശ്രേലു നൈസ് വൈബ്. എന്ത് വൈബ്? മോഡ്. ഫസ്റ്റ് ലൊക്കേഷനായിട്ടുള്ള സാസ് ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അൽബേനിയൻ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിൽ. It may seem like just a quiet, uninhabited island, but behind the cliffs and forests lies a powerful story. During the communist era, Sazin was more than just land, it was a fortress. The island was completely off limits to civilians and served as a top-secret military base. Only soldiers, officers, and a handful of military families lived here, in near total isolation. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തി. ഒരു ½ an hour നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത് പ്രകാരം ഇതൊരു ഐലൻഡാണ്, സസാൻ ഐലൻഡ്. പണ്ടത്തെ മിലിറ്ററിക്കാരും അവരുടെ ഫാമിലിയും യുദ്ധസമയത്ത് ഒളിച്ച് താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ അവർക്കുള്ള ഹോസ്പിറ്റൽസും സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ഇവിടെ ഇപ്പോൾ കാണാനൊന്നുമില്ല. അപ്പോൾ അൽബേനിയക്കാർ അവരൊരു ഹിസ്റ്റോറിക്കലായിട്ട് വെച്ചേക്കുന്ന പ്ലേസ് ആണിത്. 30 minutes സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റിട്ടേൺ ബോട്ടിലേക്ക് കയറി. അവിടെ നമുക്ക് റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് അവൈലബിൾ ആയിരുന്നു. ആൽക്കഹോളിക് ആണെങ്കിൽ ബിയറും, നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ ലെമണേഡും കിട്ടും. അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹസൻ അലി കേവിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുക്ക് അമേസിങ്. വാവ്. ഇപ്പൊ ഈ കേവില് നമ്മൾ ഇറങ്ങാം. അയ്യോ ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് നീന്താ അറിയില്ല. നോർത്ത് അൽബേനിയയിലെ ടെറ്റ് വാട്ടർഫോൾ നമ്മൾ ചാടി. ഇവിടെ നമ്മൾ ഹാക്സി അലി കേവിൽ ചാടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി ബാസിമാൻ്റെ കുറച്ച് സാഹസ വീഡിയോസാണ്. ഈ അൽബേനിയൻ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും വലിയ റിഗ്രറ്റ് നീന്താൻ അറിയില്ല എന്നുള്ള പോരായ്മയായിരുന്നു. കാരണം ഫുള്ള് റിലേറ്റഡ് വാട്ടർ ആക്ടിവിറ്റീസാണ് ഇവിടെ. നീന്താൻ അറിയില്ലെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ നീന്താൻ അറിയെങ്കിൽ നമുക്ക് ഫുള്ളി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തി.
ഈ സ്ഥലത്തിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, ഞാൻ അവിടെ എഴുതി കാണിക്കാം. പിന്നെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ബോട്ട് ജേണി ഒരു 5 മണിയായപ്പോഴാണ് ലാസ്റ്റ് ലൊക്കേഷനിൽ എത്തിയത്. ഇനിയിപ്പോൾ നമുക്കിവിടെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. തം നടന്നു പോവാണ്. അതിൻ്റെ പിന്നാലെ ഞാനും നടന്ന്. ആ ഒരു പാത്ത് ഭയങ്കര ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് റിസ്ക്കിയും ഫണ്ണി ആയിരുന്നു. വെള്ളത്തിൽ ഇറങ്ങണക്കാറ്റ് മുമ്പ് തന്നെ ഡ്രോൺ ഷോട്ടുകൾ ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. ബാസിയുടെ ഷോട്ട് എടുത്തത് തമായിരുന്നു. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാണ്. ലാസ്റ്റ് ബാസി തന്നെ ഇറങ്ങി വരേണ്ട വന്നു ആ ഡ്രോൺ ഒന്ന് തിരിച്ച് ലാൻഡ് ചെയ്യിക്കാൻ. നെക്സ്റ്റ് തമുവിൻ്റെ ഒരു വാട്ടർ പെർഫോമൻസ് ആണ്. മോഡലാ അറിയോ? അറിയൂലല്ലേ? എനിക്കറിയില്ലേ, ഞാൻ പോയില്ല. നിന്നറിയോ? അങ്ങനെ വീണ്ടും വെള്ളം, നീന്തല്, അണ്ടർ വാട്ടർ ഷോ. ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്തോണ്ടിരുന്നു. നീന്തൽ അറിയാത്ത തമ്മു വീണ്ടും നീന്തിക്കൊണ്ടിരുന്നു. ആ ഡെഡിക്കേഷൻ കണ്ടോ ഗൈസ്, വീഡിയോയ്ക്കുള്ള ഡെഡിക്കേഷൻ. ബാസി പിന്നെ പറയണ്ടല്ലോ, എന്നെ കൊണ്ട് ഇതൊക്കെയാണ് പറ്റുള്ളൂ. എനിക്ക് പറ്റണ പോലെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രംഗണ്ണൻ്റെ അനിയത്തിനെ അൽബേനിയയിൽ വെച്ച് കണ്ടത്. എല്ലാവരുടെയും മോട്ടിവേഷൻ്റെ പുറത്ത് ഞാനും ഒന്ന് മുങ്ങി പൊന്തി. ഒട്ടും നീന്തലറിയാത്ത എനിക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു. ഈ ബാസിയും തമ്മും വെള്ളത്തിൽ നിന്ന് കയറണേ ഉണ്ടായില്ല. സമയം 7 മണിയാവാറായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബോധമില്ലാണ്ട് കളിച്ചുകൊണ്ടിരുന്നു. സ്കൂൾ ട്രിപ്പിൻ്റെ കൂടെ പോയ ടീച്ചേഴ്സിൻ്റെ സെയിം അവസ്ഥയായിരുന്നു എനിക്ക്. കുറച്ച് ഞാൻ ഒന്നാലറിയാം. ഇപ്പോൾ എല്ലാവരും തിരിച്ചു കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ റിട്ടേൺ സ്റ്റാർട്ട് ഞങ്ങളുടെ മുത്ത് ബാസിയേ, ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ ജേതാവ്. ഞങ്ങളുടെ അൽബേനിയൻ ട്രിപ്പിൻ്റെ നേതാവ് ബാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി സ്റ്റാർട്ട് ചെയ്തു. രാത്രി 7 മണിയായിട്ട് ഷിഫ്റ്റ് കഴിയാണ്ട് സൂര്യൻ ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്. വിശന്നിട്ട് ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ തമ്മു 3 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പീനട്ട് ബട്ടറിൻ്റെ ചെപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അത് വടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എല്ലാവരും കൂടി ഒരു KFC ബക്കറ്റ് കഴിച്ചതാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചേ, പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ എല്ലാം തീർന്നായിരുന്നു. വടിച്ച ചെപ്പ് വീണ്ടും വീണ്ടും വടിച്ച് ഓട്ടയാക്കാനുള്ള പ്ലാനിലാണ് തമ്മു. വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ബ്ലോറിലേക്ക് തിരിച്ചെത്തി. ചേട്ടൻ വീണ്ടും ഒറ്റയ്ക്കുള്ള യാത്ര ആസ്വദിച്ചുകൊണ്ട് അക്ഷയ് ബാബു നടന്നു. പിന്നാലെ തമ്മുവിനും കെട്ടി വലിച്ചുകൊണ്ട് ഞാനും. സോ ഗൈസ്, നമ്മള് എങ്ങനെയാണ് നമ്മുടെ ബോട്ട് ട്രിപ്പ് ബ്ലോറിൽ വന്ന് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മുടെ മോട്ടോ യുണീക്കിൽ വന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അടിപൊളിയാണ്. ഈ ചേച്ചി സൂപ്പറാണ്. നമ്മുടെ ചേച്ചി പൊളി ചേച്ചിയാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. നോ വറീസ്. ഓക്കെ, എമിലിയാനോ? Camilo Cabello over there. അവിടുത്തെ ചേട്ടനും ചേച്ചിക്കും യാത്ര പറഞ്ഞ് ഞങ്ങൾ വ്ലോറിൽ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെ പോലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്തിനാന്നറിയോ തമ്മു വാങ്ങണേ? എന്തിനാ തമ്മ കാണിച്ചേ? തലയിലിടാനല്ല കേട്ടാ, ബാഗിൽ ഇങ്ങനെ ഇടാൻ. കുറെ ക്യൂട്ട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ചെറിയ പിള്ളേരെ പോലെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്, സ്ലൈം. അത് മേടിച്ചിട്ട് ഞെക്കി കളിക്കുന്നുണ്ട്. അവളെ കുറ്റം പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അടുത്ത 2 എണ്ണം ഇത് പിടിച്ചിട്ട് ആഹാ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയ അവസ്ഥയായിരുന്നു. ഫുഡിന് ഫുഡ്, ഗിഫ്റ്റ് ഐറ്റംസിന് ഗിഫ്റ്റ് ഐറ്റംസ്. ഒരു പ്രോപ്പർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. ഭാഷ അറിയാത്തതുകൊണ്ട് പേടിച്ചാണ് ഞങ്ങൾ മെനു സെലക്ട് ചെയ്യണേ. ലാസ്റ്റ് ഗതി കേട്ടിട്ട് അവിടെ ഒരാൾ ഫുഡ് കഴിക്കണ കണ്ടു. അത് കണ്ടിട്ട് നമ്മുടെ ഒരു ഷവർമ ലുക്ക് തോന്നിയ കാരണം ആ കഴിക്കണ ആൾക്കാർ എന്താ കഴിക്കണേ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ഓർഡർ ചെയ്തു.
കാരണം ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കണാണെങ്കിലും നമ്മൾ മംഗ്ലീഷ് എഴുതിയ പോലെയാണ് അവർ അൽബേനിയൻ ഭാഷ എഴുതി വെച്ചേക്കണേ. ഞങ്ങൾ 5 പേരുണ്ടെങ്കിലും എപ്പോഴും 2 ഐറ്റം മേടിച്ച് നമ്മളത് ഷെയർ ചെയ്ത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് പിന്നീട് ഓർഡർ ചെയ്യുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നല്ലതാണെങ്കിൽ എക്സ്ട്രാ വാങ്ങണോണ്ടും കുഴപ്പമില്ലല്ലോ. നല്ല വെറൈറ്റി ടേസ്റ്റ് ഷവർമ്മയായിരുന്നു കഴിച്ചത്. അൽബേനിയൻ ഷവർമ്മ കൊള്ളാം. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വീഡിയോ എടുക്കലൊക്കെ മറന്നിരിക്കലായിരുന്നു. അപ്പോഴാണ് ഈ ബാസി ക്യാമറ പിടിച്ച് എന്തൊക്കെയോ ഇപ്പൊ ക്ലാരിറ്റി തന്നോ വന്നില്ല. പൊളി പൊളി. സൗത്ത് പാർട്ട് ഓഫ് അൽബേനിയ പൊളി പൊളി. ഫുഡൊക്കെ കഴിച്ചു വയറ് സെറ്റായപ്പോൾ വ്ലോർ എക്സ്പ്ലോറേഷൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. നൈറ്റ് ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുപാട് ജ്വല്ലറീസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അതുപോലെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ബാഗുകൾ, ടെഡികൾ, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്സ്. ഷോപ്പിംഗ് സ്ട്രീറ്റ് അങ്ങോട്ട് നിരന്ന് കിടക്കാണ്. പിന്നീട് അങ്ങോട്ട് റെസ്റ്റോറൻറ്റ്സും നൈറ്റ് ക്ലബ്ബുകളും പാട്ടും കൂത്തായിരുന്നു അവിടെ. എനിക്കും തമ്മൂനാണെങ്കിൽ ഒരു ചേട്ടനെ ഭയങ്കരമായിട്ട് ബോധിച്ചു. ആ ചേട്ടന് ഒരു തൊയിരം കൊടുക്കാണ്ട് കുറേ നേരം കൂടെ നിന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ലാസ്റ്റ് ആ ചേട്ടന് ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഡാൻസ് മാത്രമേ കളിക്കണുള്ളൂ, അയാൾക്ക് പൈസ കൊടുക്കണില്ലേ. അവിടെ നിന്ന് നേരെ വീണ്ടും നൈറ്റിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അതിശയിച്ച് നടന്നുകൊണ്ടിരുന്നു.